റേഷനരിക്ക് വില കൂടിയ സമരം ചെയ്യും. മദ്യപാനികൾക്ക് ആരാ സമരം ചെയ്യുന്നത്? പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. മദ്യവും ലോട്ടറിയുമാണ് കേരള സർക്കാരിനെ നിലനിർത്തുന്നതെന്ന് ചില ആളുകൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ജനപ്രിയ ബ്രാൻഡായ ജവാൻ മദ്യത്തിൻ്റെ വില ഇപ്പോൾ 650 എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് വാങ്ങാൻ പറ്റാത്തതിനെതിരേക്ക് ഇതിൻ്റെ വില വർധന ഉണ്ടായതിനെ പറ്റിയാണ് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷം ഉണ്ടാകുകയാണ്. ഈ വിഷയത്തിൽ ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറയെങ്കിൽ പോലും ഇവിടുത്തെ തൊഴിലാളികളടക്കമുള്ള ആളുകൾ അവരുടെ വൈകുന്നേരത്തെ പണിക്ക് ശേഷം ഒരു ചെറിയ രീതിയിൽ അവർക്കൊരു ആശ്വാസത്തിൻ്റെ മദ്യം കഴിക്കുന്ന ആളുകൾ മലയാളികളിൽ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെ അടിക്കടി മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. 2016 കാലഘട്ടത്തിൽ മദ്യത്തിന് 435 രൂപ ആയിരുന്നുവെങ്കിൽ ഇന്ന് 650 മദ്യത്തിൻ്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം 135% നിന്നും ഏകദേശം 251% മദ്യത്തിൻ്റെ വില എത്തിയിരിക്കുകയാണ്. ഇത് വലിയ ഒരു ചൂഷണം തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല. ഈ ലോട്ടറിയും മദ്യത്തിൻ്റെയും വരുമാനവും കൊണ്ട് മാത്രമാണ് ഈ കേരളത്തിൻ്റെ ഖജനാവ് നിറക്കുന്നു എന്നൊരു സാഹചര്യം പ്രതിപക്ഷമടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോപിക്കുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് മദ്യത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. 2018 കാലഘട്ടത്തിൽ ഈ സെസ്സിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രളയത്തിൻ്റെയും ഭാഗമായുള്ള ഈ അഗതിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഈ മദ്യത്തിൻ്റെ വില 2022 കാലഘട്ടത്തിൽ 21-22 കാലഘട്ടത്തിൽ 202% വർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 251% മദ്യത്തിൻ്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. സാധാരണക്കാർ ആളുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ജവാൻ. ഈ ജവാൻ്റെ വില 435 നിന്നും ഞാൻ പറഞ്ഞല്ലോ ഈ 2025 കടക്കുമ്പോൾ ഏകദേശം 9 കൊല്ലം കൊണ്ട് 650 എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ വിഷയത്തിൽ പല മദ്യ ഷോപ്പുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ തർക്കങ്ങൾ ഉണ്ടായി. കാരണം സാധാരണക്കാരായ ആളുകൾ മദ്യം വാങ്ങാൻ ചെല്ലുമ്പോൾ അവർക്കിതിനെ പറ്റി യാതൊരു അറിവില്ലായി അങ്ങനെ അവിടുത്തെ ആളുകളുമായി വലിയ തർക്കങ്ങൾ ഉണ്ടായ ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇത്തരത്തിലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സമീപനം നിർത്തണമെന്നാണ് വാർത്ത 24 പറയാനുള്ളത്. ഇവിടെ ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു വരാം. കൂടിക്കോട്ടെ, അതിനെപ്പറ്റി ആരാ സമരം ചെയ്യുന്നത്? റേഷനരിക്ക് വില കൂടിയ സമരം ചെയ്യും. മദ്യപാനികൾക്ക് ആരാ സമരം ചെയ്യുന്നത്? നിങ്ങളോട് ആരുമില്ല. നമ്മളോട് ആരാ? ഇതിന് പ്രതിഷേധമില്ലേ? എന്തെയില്ല കൂടട്ടെ. കൂടിയാലും അടിക്കും, കുറഞ്ഞാലും അടിക്കും. ഈ മദ്യത്തിന്റെ വില കൂടിയപ്പോൾ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. കാരണം എന്നും സ്ഥിരം ഓരോ ഞങ്ങളുടെ ഇല്ലായ്മ കൊണ്ടാന്ന് പറഞ്ഞിട്ട് വന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന കുട്ടിക്ക് തന്നെ തികയുന്നില്ല. പിന്നെ അങ്ങനെ ലോട്ടറി എടുക്കുന്ന നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കച്ചവടത്തിന് നല്ലോണം ബാധിക്കുന്നുണ്ട്. 50 ലോട്ടറി പോകുന്നിടത്ത് ഇപ്പോൾ 20 പോകുന്നുണ്ട്. അതിപ്പോൾ 120 നേരത്തെ വിൽക്കും. ഇപ്പോൾ 90 പോകുന്നില്ല. ഒരു 60 പോലും എടുത്താൽ കഴിച്ചിരിക്കും. ഗവൺമെൻറ്റാണല്ലോ ഇതിനെല്ലാം നികുതി എടുത്ത് കൊടുക്കാൻ കാരണം. ഇപ്പോൾ അവർ കയറിയ ഒരു 5ാമത്തെ ട്രിപ്പാണ് ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണപ്പെട്ടവരാണ് കൂടുതൽ ഇങ്ങനെയുള്ള ഷോപ്പുകളിലോ അതുപോലെ കുറേ ഇപ്പോൾ ലോട്ടറി ഒരു പ്രൈസും ഇല്ലാതെ ചുമ്മാതെ അടിച്ച് വിറ്റ് ഇങ്ങനെ കോടികളുണ്ടാക്കും. എന്തെങ്കിലും പ്രയോജനം മറ്റു സാധനങ്ങളുടെ വില വർധന പോലെ ഇതും കൂലി വിലക്കാരാണല്ലോ 90% ഈ രണ്ടെണ്ണത്തിലും വഴങ്ങുന്നത്. അവരെ ചോദിക്കുന്ന ഒരു സമീപനമാണ്. നിങ്ങൾക്കൊരു ഇത് നിങ്ങൾ മദ്യപാനികൾ മദ്യം അടിക്കുന്ന കുറച്ചാൽ ഇത് വിഷയം തീരത്തില്ലേ? അതിപ്പോൾ അങ്ങനെ കേരളത്തിൽ ഒരാൾ മാത്രമോ 2 പേരോ ഞാനോ മറ്റാരും ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ലല്ലോ. വില കൂട്ടിയൊന്നും തീരുമാനമാവുന്നില്ലല്ലോ. പറയാൻ പറ്റുന്നുണ്ടോ? സർക്കാരിന്റെ നയമാണ് ഈ മദ്യം നയം. പക്ഷെ ഈ സർക്കാർ വന്ന ശേഷം നിരവധി ഷാപ്പുകളും അതുപോലെ വിപണികളും തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ജനങ്ങളെ അങ്ങോട്ട് കൂട്ടുന്നതല്ലാതെ അവർ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച് കൂട്ടുന്നില്ല, കുറപ്പിക്കുന്നില്ലല്ലോ. പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് മദ്യത്തിന്. അല്ല അങ്ങനെയാണ്. എത്രയോ വരുമാനങ്ങളുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കിടപ്പുണ്ട്. കൃത്യമായിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്. അപ്പൊ ഈ പ്രതിഷേധം ഉണ്ട് തീർച്ചയായും. നീ ജവാൻ മേടിക്കാൻ നിർത്തുവോ? അതിപ്പം ഒരാഴ്ചകൾ ആൾക്കാർക്ക് കഴിക്കുന്നതിലൂടെ ഇന്ന് ഇങ്ങനെ ഇന്ത്യയും മേടിക്കുന്നതിനകത്തൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റി എല്ലാ തരത്തിലും ലോട്ടറി എടുക്കുന്നുണ്ടോ? ഇല്ല. അത് അങ്ങനെ അതും സാധാരണപ്പെട്ട നിർത്തി വെച്ചിരിക്കുക. ഞാനാണ് സ്ഥിരം എടുക്കുന്നത്. അപ്പോൾ വർഷമായി 2 വർഷമായി എടുത്തിട്ട്. ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആളുകൾ പറയുന്നത് പ്രൈസ് ഇല്ല. വെറുതെ ജനങ്ങളെ പിഴിയാൻ വേണ്ടി ചുമ്മാതെ ഇതിനെ ഇറക്കി വിടുന്നതാണ്. അല്ല ഒരു ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് തന്നെ കോടികൾ കിട്ടുന്നുണ്ടോ? ഈ പെൻഷൻ കൊടുക്കാനായാലും മറ്റെന്തിനായാലും അത് തന്നെ ഒരു തുക കിട്ടുന്നുണ്ട് ജനങ്ങളെ. സർക്കാരിനോട് നിങ്ങൾ പറയാൻ എന്ത് ചേട്ടന് പറയാനുള്ളത്? ചേട്ടൻ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ത് പറയാനുള്ളത്? സാധാരണക്കാരെ ദ്രോഹിക്കുന്ന പ്രവർത്തികൾ നിർത്തുക. അത് ഗവൺമെൻറ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ആരും ദ്രോഹിക്കാനെന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരു മര്യാദയായിട്ട് തോന്നുന്നില്ല. ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ട് കാണും. മദ്യവും ലോട്ടറിയും തമ്മിലുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഞാൻ ആദ്യമേ പ്രതിപാദിച്ചു. മദ്യത്തിൻ്റെ അമിത വില കാരണം ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണെന്നാണ് ലോട്ടറി വ്യാപാരം നടത്തുന്ന ചേച്ചി നമ്മളോട് പ്രതികരിച്ചത്. മദ്യത്തിന് ഇനി എത്ര വില കൂടിയാലും മലയാളികളായ നമ്മൾ മദ്യം വാങ്ങിക്കൊണ്ടേയിരിക്കും.
ആ വാങ്ങുന്ന ആളുകളെ സർക്കാർ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചൂഷണത്തിന് അറുതി വരുത്തുവാൻ ഈ ആളുകൾ കൃത്യമായ രീതിയിൽ സംഘടിച്ച് ഇതിനെതിരായ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മദ്യപിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് വാർത്ത 24 പറയാനുള്ളത്. അടുത്തു നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.